കൂത്താട്ടുകുളം നഗരസഭയിൽ നടന്നത് ഹൈക്കോടതി വിധിയുടെ ലംഘനമെന്ന് പ്രതിപക്ഷ നേതാവ് പ്രിൻസ് പോൾ ജോൺ. അവിശ്വാസ പ്രമേയം വീണ്ടും നടത്താൻ ഹർജി സമർപ്പിക്കുമെന്നും പ്രിൻസ് പോൾ ജോൺ പറഞ്ഞു. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയാണ് ഞങ്ങൾക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കണമെന്ന് കേരള പോലീസിനോട് ആവശ്യപ്പെട്ടത്. അതിലവർ പരാജയപ്പെട്ടത് പൊതുസമൂഹം ഇന്നലെ നേരിൽ ലൈവായും ഒക്കെ കണ്ടതാണ്. ആ കാര്യം ബഹുമാനപ്പെട്ട കോടതിയെ ബോധിപ്പിച്ചുകൊണ്ട് അവിശ്വാസ പ്രമേയം ഞങ്ങൾക്ക് സുരക്ഷിതമായി കൗൺസിൽ ഹാളിലെത്തി അവിശ്വാസ പ്രമേയ ചർച്ചയിൽ പങ്കെടുക്കാൻ കഴിയുന്ന രീതിയിൽ മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെച്ചുകൊണ്ട് അത് വീണ്ടും നടത്തണമെന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയോട് ആവശ്യപ്പെടാനാണ്. പോലീസിന് പറ്റിയ വീഴ്ച, ഞങ്ങൾക്ക് പ്രൊട്ടക്ഷൻ തരണമെന്ന് ആവശ്യപ്പെട്ടിട്ട് പോലീസിന് പറ്റിയ വീഴ്ച അത് ചൂണ്ടിക്കാട്ടി അതിനുള്ള എവിഡൻസ് എല്ലാം, മെറ്റീരിയൽ എവിഡൻസ് എല്ലാം ഉണ്ട്, വീഡിയോ അടക്കമുള്ള ബോധ്യപ്പെടുത്തി ആവശ്യപ്പെടാനാണ് ഇപ്പോൾ ഒരു ആലോചന. കൂത്താട്ടുകുളത്ത് നാളെ UDF നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിക്കും. ശ്രീകാന്ത് വിവരങ്ങളുമായി ചേരുന്നു. ശ്രീകാന്ത്, അവർ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. അവർ നേരിട്ട അനുഭവങ്ങൾ അവർ പറയുകയായിരുന്നു. കുറച്ച് അവരങ്ങനെ കള്ളം പറഞ്ഞ് നുണ പറയേണ്ട കാര്യമില്ല, കുറച്ച് ക്രൂരമായിരുന്നു ഇന്നലത്തെ സംഭവങ്ങളും തോന്നുന്നു. ഏത് രീതിയിലാണ് അത് രാഷ്ട്രീയ പ്രതികരണത്തിന് വഴിവെക്കുക? ഏത് രീതിയിലാണ് അതൊരു സംസ്ഥാന വ്യാപക വിഷയമായി മാറുന്നത്? ശ്രീകാന്ത്, ഹഷ്മി, ഹൈക്കോടതിയുടെ വിധി ഉണ്ടായിട്ടും പോലീസിന് സംരക്ഷണം കൊടുക്കാൻ സാധിച്ചില്ല. പോലീസാണ് ഈ കാര്യത്തിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് എന്ന് കൃത്യമായി കോൺഗ്രസ് പറയുന്നു. ഞാൻ ഇനി ഒരു കൗതുകകരമായ കാര്യം കാണിച്ചു തരാം ഹഷ്മി. അതായത് ആ കാണുന്നതാണ് കൂത്താട്ടുകുളം നഗരസഭാ കാര്യാലയം. ഞാൻ അങ്ങോട്ട് ചൂണ്ടിക്കാണിക്കുന്ന ആ നഗരസഭാ കാര്യാലയം നമുക്ക് കാണാൻ സാധിക്കും. ആ ദൃശ്യം ആ നീല കളറിൽ കാണുന്നതാണ്. ഇനി അതീഷ് ജസ്റ്റ് ഒന്ന് തിരിച്ച് പോലീസ് സ്റ്റേഷൻ ഇതിൻ്റെ തൊട്ടു മുന്നിലാണ് ഉള്ളത്. അതായത് ഈ കൂത്താട്ടുകുളം നഗരസഭാ കാര്യാലയത്തിൽ നിന്നും ഒന്ന് കൂവിയാൽ ഈ കാണുന്ന പോലീസ് സ്റ്റേഷനിലേക്ക്, കൂത്താട്ടുകുളം പോലീസ് സ്റ്റേഷനിലേക്ക് കേൾക്കാം. ഈ രണ്ടിൻ്റെയും ഒത്ത നടുക്ക് ഈ റോഡിൽ കിടന്നാണ് ഈ പ്രശ്നങ്ങൾ അത്രയും ഉണ്ടായത് എന്ന് പറയുമ്പോൾ നമ്മുടെ കേരള പോലീസ് ഈ തൊപ്പി വെച്ച് നടക്കുന്നതിൽ എന്തർത്ഥമാണുള്ളത് എന്നുള്ളതാണ് ചോദിച്ചു പോകാൻ കഴിയുന്നത്. ഇന്നലത്തെ ആ ദൃശ്യങ്ങൾ അത് നമ്മൾ എല്ലാവരും തന്നെ കണ്ടതാണ്. തൊട്ടടുത്ത് പോലീസ് സ്റ്റേഷൻ, അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് കൂത്താട്ടുകുളം നഗരസഭാ കാര്യാലയം. ഈ രണ്ട് സ്ഥലവും അടുത്തടുത്ത് നിൽക്കുമ്പോൾ അതിൻ്റെ നടുക്ക് കിടന്ന് ഇത്രയും പ്രശ്നങ്ങളുണ്ടായി. ഹൈക്കോടതി പ്രൊട്ടക്ഷൻ കൊടുക്കണമെന്ന് പറഞ്ഞ അവിശ്വാസ പ്രമേയമാണ്. അതാണ് സംഭവിച്ചിരിക്കുന്നത്. ഇനി കാര്യങ്ങൾ ഹൈക്കോടതി തീരുമാനിക്കട്ടെ എന്ത് വേണം എന്നുള്ളത്. എന്തായാലും കോൺഗ്രസ് ഹർജിയുമായി ഹൈക്കോടതിയെ സമീപിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. തങ്ങൾക്ക് പ്രൊട്ടക്ഷൻ തരണം എന്ന് പറഞ്ഞത് നടപ്പിലായില്ല, അതിനാൽ മറ്റൊരു ദിവസത്തേക്ക് അവിശ്വാസ പ്രമേയം നടത്താൻ തങ്ങൾക്ക് അവസരം നൽകണം എന്നുള്ളതാണ് കോൺഗ്രസ് പറയാൻ പോകുന്ന കാര്യം. നാളെ UDF ഈ ഒരു പ്രതിഷേധ പ്രകടനം ഈ കൂത്താട്ടുകുളം നഗരത്തിൽ നടക്കുന്നുണ്ട്. പിറവം നിയോജകമണ്ഡലം കമ്മിറ്റിയാണ് ഈ പ്രതിഷേധ പ്രകടനം ആസൂത്രണം ചെയ്തിരിക്കുന്നത്. ഹർജിയുമായി നാളെ തന്നെ കോടതിയിലേക്ക് നീങ്ങാൻ അഭിഭാഷകനെ കാണും എന്നും അവർ അറിയിച്ചിട്ടുണ്ട്. അവരുടെ ആവശ്യം ഇത്രയേ ഉള്ളൂ. കോടതി പ്രൊട്ടക്ഷൻ നൽകാൻ പറഞ്ഞിട്ടും പോലീസിന് അത് നൽകാൻ സാധിച്ചില്ല. അവിശ്വാസ പ്രമേയം വീണ്ടും നടത്താൻ ഒരു അവസരം കൂടി തങ്ങൾക്ക് നൽകണം, അതും സമ്പൂർണ്ണമായ സുരക്ഷ ഒരുക്കിക്കൊണ്ട് എന്നുള്ളതാണ് അവരാവശ്യപ്പെടുന്നത്. ഒരു കാര്യം കൂടി ഒരു തവണ കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം ഹഷ്മി. അതായത് ഒരു 50 മീറ്റർ പോലും ഇല്ല ഈ രണ്ട് സ്ഥലവും തമ്മിൽ. വല്ലാത്ത ചെയ്ത്തായിപ്പോയെന്നേ പോലീസിനോട് പറയാനുള്ളൂ. ഈ സ്ഥലത്തെത്തി ഇത് കാണുമ്പോൾ നമുക്കതാണ് പറയാൻ തോന്നുന്നത്. ഓക്കെ, ശ്രീകാന്താണ്. തൊട്ട് നേരെ ഓപ്പോസിറ്റ് നോക്കി കാണുന്ന പോലീസ് സ്റ്റേഷനാണ്. ആ പോലീസ് സ്റ്റേഷൻ്റെ കൺമുന്നിലാണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ